Hello guys, welcome back to another useful content previous question paper discussion session. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 2026 നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ once again welcome back to our channel Learn with Binu. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി തെറ്റായത്. പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1599 ആണെന്നത് തെറ്റായ പ്രസ്താവന. വാസ്കോഡ ഗാമ ആദ്യമായി മലബാർ തീരത്തെത്തിച്ചേർന്ന വർഷം 1498ആണ്. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ത്യയിലെ ഡച്ച് മേൽക്കോയ്മ അവസാനിച്ച യുദ്ധം 1741 കുളച്ചൽ യുദ്ധം. അത് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ്. പോർച്ചുഗീസർ കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1599 എന്ന തെറ്റായ പ്രസ്താവന. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. 2 ഡി ആണ്. ഓപ്ഷൻ എ ആൻഡ് ബി. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷമെന്നാണ് 1772. ദെൻ ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ബർണാശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841. ശരിയായ ഓപ്ഷൻ ഡി ആണ്. എ ആൻഡ് ഡി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. 3 ഓപ്ഷൻ ബി ആണ്. ആദ്യം നടന്നതാണ് ഓപ്ഷൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പാക്കുന്നു. ദെൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പാക്കുന്നു. ദെൻ ബോംബെ ഡെക്കൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. ദെൻ സാന്താളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, താഴെ തന്നവയിൽ നിന്നും ശരിയായ 2 പ്രസ്താവനകളുടെ ഓപ്ഷൻ കണ്ടെത്തുക. 4 സി ആണ്. ഓപ്ഷൻ ബി ആൻഡ് ഡി ആണ് കറക്റ്റായ ആൻസർ. ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നതെന്നാണ് 1915 ജനുവരി 9. ദെൻ 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി 1915 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ഇതാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി ആൻഡ് ഡി ആണ് ശരിയായത്. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ്. ദെൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം എന്നാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. ദെൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണ് ശരിയായ ഉത്തരം. ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 5ാമത്തത് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻസൽഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഈസ് ക്യാൻസൽഡ്. ഇത് ക്യാൻസലാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജ തന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ആരാണ്? ഓപ്ഷൻ ബി ജോൺ എം മാർട്ടിനസ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ജോൺ എം മാർട്ടിനസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, ചുവടെ നൽകിയിരിക്കുന്നതും കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത നാഷണൽ ഹൈവേ എന്നാണ്. കേരളത്തിലൂടെ കടന്നു പോകാത്ത ഓപ്ഷൻ 7ാമത്തത് ഓപ്ഷൻ ഡി ആണ്. 130 സി ആണ് കേരളത്തിൽ കൂടെ കടന്നു പോകാത്ത ദേശീയപാത എന്ന് പറയുന്നത്. നാഷണൽ ഹൈവേ 130C. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, നദീസമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 8, നദീസമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെയാണ്. ഓപ്ഷൻ സി 150 മീറ്റർ മുതൽ 600 900 മീറ്റർ വരെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നദീസമതലങ്ങളിൽ നിന്നും ഉപദ്വീപ് പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെയാണ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ദെൻ 9, ക്വസ്റ്റ്യൻ നമ്പർ 9, ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു, നീർത്തടങ്ങൾ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ നീർത്തടങ്ങൾ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര് നീർത്തടങ്ങൾ എന്ന പേരാണ് 9. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 10ാമത്തെ ക്വസ്റ്റ്യനും ക്യാൻസൽഡ് ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻസൽഡ് ആണ്.
10ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ദെൻ 11 ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കാർ റിട്ടറാണ്. കാർ റിട്ടർ, ഓപ്ഷൻ ഡി കാർ റിട്ടറാണ്. ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിന് ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കാർ റിട്ടറാണ്. കാർ റിട്ടർ. ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥ ഡാഷ് എന്നറിയപ്പെടുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് താപവിപരീയമാണ്. താപവിപരീയം, ഓപ്ഷൻ ബി താപവിപരീയമാണ്. ദെൻ 13 ചേരുംപടി ചേർക്കാനാണ്. ഓപ്ഷൻ 13 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഒന്നെന്താണ്? ദശവർഷ പദ്ധതി എം വിശ്വേശ്വരയ്യ. ദശവർഷ പദ്ധതി എന്ന് പറയുന്നത് നടപ്പാക്കിയത് ആരാണ്? അത് നമ്മുടെ വിശ്വേശ്വര അയ്യാണ്. ദശവർഷ പദ്ധതി നടപ്പാക്കിയത് എം വിശ്വേശ്വരയ്യ. ഗാന്ധിയൻ പ്ലാൻ ആണ്. ഗാന്ധിയൻ പ്ലാൻ ആരാണ്? ഗാന്ധിയൻ പ്ലാൻ നടപ്പാക്കിയത് ഗാന്ധിയൻ പ്ലാൻ നടപ്പാക്കിയത് 2A ആണ്. എസ്.എൻ. അഗർവാൾ ആണ്. എസ്.എൻ. അഗർവാൾ. 2A എസ്.എൻ. അഗർവാൾ. ദേശീയ ആസൂത്രണ കമ്മിറ്റി ആരാണ്? ദേശീയ ആസൂത്രണ കമ്മിറ്റി 3C ആണ്. ജവഹർലാൽ നെഹ്റു. ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. ബോംബെ പ്ലാൻ JRD ടാറ്റ. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ദശവർഷ പദ്ധതി എം വിശ്വേശ്വരയ്യ, ഗാന്ധിയൻ പ്ലാൻ എസ്.എൻ. അഗർവാൾ, ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, ബോംബെ പ്ലാൻ JRD ടാറ്റയാണ്. ദെൻ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരാജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? കാരാജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? 14D ആണ്. ബ്രസീൽ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ഖനിയായ കാരാജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ബ്രസീലാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. താഴെ നൽകിയിരിക്കുന്ന സൂചന അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ പേര് കണ്ടെത്തുക. 1982 നിലവിൽ വന്നു. കാർഷിക മേഖലാ വികസനം, ഗ്രാമീണ മേഖലാ വികസനം, ഗ്രാമീണ വായ്പകളുടെ ഒരു ഉന്നത സ്ഥാപനം ഏതാണ്? നബാർഡാണ്. നബാർഡ്. ശിവരാമൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നബാർഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്തത് അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന 16 ഏതാണ്? 16 ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നാണ് കറക്റ്റ് ആൻസർ. 16D ആണ്. ഇവയൊന്നുമല്ല. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. എല്ലാം ശരിയാണ്. 1, 2 എല്ലാം ശരിയാണ്. എന്താണ് പ്രസ്താവന? വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി. അപകടകരമായ വസ്തുതകൾ ഒഴികെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിയിലുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ നിർത്തലാക്കി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18. ചരക്ക് സേവന നികുതി അഥവാ GST ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ്. 12, 28. 12%, ചരക്ക് സേവന നികുതി GST ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ഓപ്ഷൻ ബി 12, 28. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. താഴെ പറയുന്നവയിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഏകകണ്ഠേന പാസ്സാക്കിയ വിഷയം ഏത്? 19B എന്നാണ്. പ്രായപൂർത്തി വോട്ടവകാശമാണ്. താഴെ പറയുന്നവർ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസ്സാക്കിയ വിഷയം പ്രായപൂർത്തി വോട്ടവകാശമാണ്. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടന ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. 20ാമത് ഓപ്ഷൻ എ ആണ്. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത കൂട്ടിച്ചേർത്ത ഭേദഗതി 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? അത് 42ാം ഭേദഗതിയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21. താഴെ പറയുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. 21 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 76 42ാമത് ഭരണഘടനാ ഭേദഗതിയിലോ പാർലമെൻറ്റ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു എന്നതാണ് തെറ്റായത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22. താഴെ പറയുന്നതിൽ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏത്? 22ാമത്തത് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ രൂപീകരണമാണ്. ഓപ്ഷൻ ഡി ആണ്. 22D. 23. താഴെ പറയുന്നതും ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ്. 23 ക്വസ്റ്റ്യൻ നമ്പർ 23 ഓപ്ഷൻ സി ആണ്. സി. സമവർത്തി പട്ടിക, വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ. ദെൻ 24. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത്
സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? 24 ഓപ്ഷൻ എ ആണ്, TH മാർഷലാണ്. TH മാർഷലാണ് സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത്. TH മാർഷലാണ്. ദെൻ 25 രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 5 വർഷമാണ്. അങ്ങനെയാണോ? തെറ്റായ പ്രസ്താവനയില്ലേ? രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാകുന്നു എന്നതാണ് രാജ്യസഭ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 5 വർഷമാകുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന. 25 സി ആണ്. ദെൻ 26 ഏതാണ്? 26 ബി. 26ാമത്തെ ക്വസ്റ്റ്യൻ 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 26 ഓപ്ഷൻ ബി ആണ്. 26 ഓപ്ഷൻ ബി. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 23 106ാമത് ഭരണഘടനാ ഭേദഗതി ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണവുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 2023 106ാം ഭരണഘടനാ ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 27 ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 27 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരി. ഭരണഘടന നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്ന 2 ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന. ശരിയായത് 28 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1-4 ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഒരു എന്താണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓപ്ഷൻ സി ആണ് 28 ഓപ്ഷൻ സി. 28 ഓപ്ഷൻ സി. ദെൻ 29 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? എത്രയാണ്? 40%. 60:40 എന്ന വ്യവസ്ഥയിലാണ് വരുമാനം സംസ്ഥാനത്തിന് കേന്ദ്രം 60% കേന്ദ്രം തരും, 40% സംസ്ഥാനം. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം 40%. ഓപ്ഷൻ ബി. ദെൻ 30 കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കാനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? അത് കിൻഫ്രയാണ്. ഓപ്ഷൻ എ കിൻഫ്രയാണ്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കാനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി കിൻഫ്രയാണ്. 30 ഓപ്ഷൻ എ. ദെൻ 31 ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. വിജയ കിഷോർ രഹത്കർ ഓപ്ഷൻ ഡി ആണ്. 31 ഡി. വിജയ കിഷോർ രഹത്കർ ആണ് നിലവിലെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്, ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ദെൻ 32 ജൈവവൈവിധ്യ നാശത്തിൻ്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം താഴെ കൊടുത്തിരിക്കൽ നിന്നും കണ്ടെത്തുക. 32 ഓപ്ഷൻ സി ആണ്. 32 ഓപ്ഷൻ സി. 32 ഓപ്ഷൻ സി. ആവാസനാശവും വിഭജനവും അമിത ചൂഷണം അന്യദേശ ജീവികളുടെ അധിനിവേശം സഹവംശനാശം എന്ന് തുടങ്ങിയത് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്. ദെൻ 33 ഒരു സ്വയം പ്രതിരോധ രോഗം എന്ന് പറയുന്നത് ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. 33 ഓപ്ഷൻ ഡി ആണ്. മയാസ്തേനിയ ഗ്രേവിസ് ആണ്. മയാസ്തേനിയ ഗ്രേവിസ് ആണ് ഒരു സ്വയം പ്രതിരോധ രോഗം എന്നറിയപ്പെടുന്നത്. മയാസ്തേനിയ ഗ്രേവിസ് ഓപ്ഷൻ ഡി ആണ്. ദെൻ 34 ഓപ്ഷൻ 34 ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ്. ദ്വിതീയ ഉപാപചയ വസ്തുതകളാണ് അബ്രിൻ, കോഡിൻ, ദെൻ റെസിൻ, കുർക്കുമിൻ തുടങ്ങിയ ഓപ്ഷൻ 1ഉം 3ഉം സി ആണ്. ഓപ്ഷൻ 1ഉം 3ഉം ശരിയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 35 കൊളസ്ട്രോളിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി. കാണപ്പെടുന്ന ആൻറ്റിബോഡി എന്താണ്? ഈ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻസൽഡ് ആണ്. 35 ക്യാൻസൽഡ് ആണ്. ദെൻ 36 എന്താണ്? 36 സ്റ്റിറോയിഡുകളില്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളിക എന്ന് പറയുന്നത് ഇതാണ്. 36 ഓപ്ഷൻ ബി ആണ്. സഹേലി സ്റ്റിറോയിഡുകളില്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളികയാണ് സഹേലി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 37 ക്യാൻസൽഡ് ആണ്. 37 ക്യാൻസൽഡ്. ദെൻ 38 സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി പൈറോമീറ്റർ ആണ്. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഓപ്ഷൻ സി. ദെൻ 39 ഒരു യന്ത്രത്വക്കിൽ നിന്നും ഒരു സെക്കൻഡിൽ എം പിണ്ഡവും വി പ്രവേഗവുമുള്ള എൻ ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്വക്കിൽ അനുഭവപ്പെടുന്ന ബലം ഏതാണ്? ഓപ്ഷൻ 39 ഓപ്ഷൻ എ ആണ്. NMV ആണ്. NMV ഓപ്ഷൻ എ NMV.
ഓപ്ഷൻ എ NMV ആണ് കറക്റ്റായ ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 40. ഓപ്ഷൻ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും ആരവും ഭൂമിയിലെ 4 ഉള്ള മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള പലായന പ്രവേഗം എത്ര? ക്വസ്റ്റ്യൻ നമ്പർ 40. ഓപ്ഷൻ ബി 22.4 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ 41. താഴെ പറയുന്നതിൽ ഭൗതിക ശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? 41 ഓപ്ഷൻ സി ആണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ഓപ്ഷൻ സി. ദെൻ 42. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം. ദെൻ 43. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം? ഓപ്ഷൻ ബി ആണ് ഹൈഡ്രജൻ ആണ്. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ ബി ആണ്. 43 ബി. ദെൻ 44. വൈദ്യുതിയെ ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏത്? 44. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം? ഓപ്ഷൻ എ വെള്ളിയാണ്. വെള്ളി വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹമാണ് വെള്ളി. ദെൻ 45. ഏതാനും ലായനികളുടെ pH മൂല്യം 25 ഡിഗ്രി സെൽഷ്യസിലുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആസിഡ് ലൈൻ അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കും? 45 ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉമാണ്. 3ഉം 4 pH 8ഉം pH 12ഉം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 46. അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏത് എന്നാണ്? 46 ഓപ്ഷൻ സി ആണ്. ഗീതാ ഗോവിന്ദമാണ്. അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യ കലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഗീതാ ഗോവിന്ദമാണ്. 47. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം? കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വറാണ്. കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയമാണ് കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ. 47 ഡി. ദെൻ 48. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷമാണ്? ഓപ്ഷൻ എ ദീപാവലിയാണ്. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷമാണ് ദീപാവലി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 49. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ്? 49 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. കോഴിക്കോടിനടുത്തുള്ള മുക്കം എന്ന ഉൾനാടൻ ഗ്രാമത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് വിഷകന്യക എന്നത് തെറ്റായ പ്രസ്താവന, അല്ലെങ്കിൽ അത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 50. ക്വസ്റ്റ്യൻ നമ്പർ 50 ഈസ് ക്യാൻസൽഡ്. ഇത് ക്യാൻസലായ ക്വസ്റ്റ്യനാണ്.